ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞു കാണും RRB ജൂനിയർ എഞ്ചിനീയറിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 30 മുതൽ അടുത്ത ഈ നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് നമുക്ക് ഏത് വരുന്നുണ്ട്, RRB ബോർഡ് വരുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് ബോർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ബ്രാഞ്ച് ഏതാണ്, അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഏതാണ്, നമ്മുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണ്, അതിൽ കൂടുതൽ നമുക്ക് വേക്കൻസി വരുന്നത് ഏതാണ്, അതുപോലെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ അവിടെയൊക്കെ പോയി ജോലി ചെയ്യുമോ, അതല്ല നമ്മൾ ഈ ചെന്നൈ, ബാംഗ്ലൂർ, ട്രിവാൻഡ്രം പോലുള്ള സൗത്തിൽ മാത്രം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 32 പോസ്റ്റുകളാണ് കാറ്റഗറി നമ്പർ 1 മുതൽ 32 വരെയുള്ള അത്രയും പോസ്റ്റുകളിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പല ബ്രാഞ്ചുകാർക്ക്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കൽ, മെക്ക്, സിവിൽ കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം നിങ്ങൾ നോക്കേണ്ടത് ആ ഓരോ പോസ്റ്റിന് നേരെയും ഏത് ബ്രാഞ്ചിൽ ക്വാളിഫൈ ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു പോസ്റ്റിൽ തന്നെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സാർക്കും അപ്ലൈ ചെയ്യാം. സിവിലിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റിൽ തന്നെ മെക്കാനിക്കലാർക്കും സിവിലാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കണം. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഇതാ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും RRB നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ലിങ്ക്, ചാനലിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതായത് ഞാൻ ഓട്ടോമൊബൈലാണ്, ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ ആണ്, എനിക്ക് ഏതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, RRBയിൽ പറഞ്ഞിട്ടുള്ള ആ ട്രേഡുകളും അവർ ഏത് ബ്രാഞ്ചാണ് അവർ എക്സാമിന് കൊടുക്കേണ്ടത്. കാരണം നമുക്ക് ടെക്നിക്കലി 4 ബ്രാഞ്ചിലാണ് എക്സാം ഉള്ളത്. മെക്കാനിക്കൽ ആൻഡ് അതിൻ്റെ കാര്യങ്ങൾ, മെക്കാനിക്കൽ സ്ട്രീം, സിവിൽ, അതുപോലെ ഇലക്ട്രിക്കൽ, അതുപോലെ ഇലക്ട്രോണിക് സ്ട്രീം. അപ്പം നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് സ്ട്രീമാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഏകദേശം നമുക്ക് വരുന്നത് 8000-ന്റെ അടുത്തല്ലേ നമുക്ക് ഒഴിവുകൾ വരുന്നത്. നമുക്ക് ഏകദേശം 8000-ന്റെ അടുത്താണ് മൊത്തത്തിൽ വരുന്നത്. വലിയൊരു വേക്കൻസി ആണ്. അപ്പോൾ നമുക്കിനി കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കാനോ ഒന്നും സമയമില്ല. നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് എന്തൊക്കെയാണോ അപ്ലൈ ചെയ്യാൻ വേണ്ടത് അതൊക്കെ റെഡിയാക്കി വെക്കുക. ഡേറ്റ് വന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 എക്സാം ഗ്രൂപ്പുകളാണ് വരുന്നത്. 4 എക്സാം ആണ് സെക്കൻഡ് CBTയിൽ വരിക. അതിൽ ആദ്യം വരുന്ന മെക്കാനിക്കൽ ആൻഡ് ആലിഡ് എഞ്ചിനീയറിംഗിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ 3 ഇയർ ഡിപ്ലോമ അതല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി, അതായത് ബിടെക്കോ ഡിപ്ലോമയോ കഴിഞ്ഞവർക്കാണ് RRB JEക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓഗസ്റ്റ് 29 എന്ന് പറയുന്ന ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് റെഡി ആയാൽ മതി. സോ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, മാനുഫാക്ചറിംഗ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീനിങ്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് എബോട്ട് ഡിസിപ്ലിൻ. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് മെക്കാനിക്കലിന്റെ അണ്ടറിൽ വരുന്ന ഏതൊരു സബ് സ്ട്രീമിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞതാണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെക്കാനിക്കൽ എന്ന് പറയുന്ന ഈ ഒരു എക്സ്ട്രാം ഗ്രൂപ്പിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRB JEക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രിക്കൽ വരുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് ഒരുപാട് ഉണ്ടാവാം നമ്മുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്ന രീതിയിലുള്ള സബ് സ്ട്രീമുകൾ. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് അതർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പവർ സിസ്റ്റം, മെഷീനിങ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇലക്ട്രിക്കലിൻ്റെ തന്നെ സബ് സ്ട്രീമിലുള്ള ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ക്വാളിഫൈ ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ ആൻഡ് ആലിഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ ഒരു എക്സാം ഗ്രൂപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്ന കേസിൽ. കാരണം കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ, IT ഒക്കെ വരുന്നവർ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് നടക്കാറുണ്ട്. അവർ ചിലർ പറയും ഇത് പറ്റില്ല, അവർക്ക് പറ്റും. അവരൊക്കെ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇലക്ട്രോണിക്സിൻ്റെ അണ്ടറിലാണ് വരിക, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ എക്സാം ആണ് അവർക്ക് വരിക. അപ്പോൾ കഴിഞ്ഞ തവണ ഏകദേശം ഒരു 50 to 60% സിലബസിൽ ഇലക്ട്രോണിക്സും ബാക്കി കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ടോപ്പിക്കാണ് ഉണ്ടായിരുന്നത്. സോ ഇലക്ട്രിക്കൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക്സ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇൻസ്ട്രുമെന്റേഷൻ, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇലക്ട്രോണിക്സിന്റെ സബ് ഗ്രൂപ്പുകളായിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാം, അവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ
IT കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡിപ്ലോമ ബ്രാഞ്ചുകാർക്കും അതുപോലെ ബിടെക് ബ്രാഞ്ചുകാർക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യാം, ഇലക്ട്രോണിക്സ് ആൻഡ് ആലിയഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ എക്സാം ഗ്രൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏത്, സിവിൽ എഞ്ചിനീയറിംഗിൽ. അതിലും നിങ്ങൾക്കറിയാം ഒരുപാട് സബ് വരുന്നുണ്ട് അല്ലെ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ തന്നെ ഒരുപാട് സബ് വരുന്ന സർവേ, അതുപോലെ സർവേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സബ് വരുന്ന ഡിപ്ലോമ ഗ്രൂപ്പുകളുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാം, എന്താ ഇവിടെ പറഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് സ്ട്രീമായിട്ട് വരുന്ന എല്ലാ ഡിപ്ലോമ കോഴ്സ്, അതുപോലെ ബിടെക് കോഴ്സ്, ബിടെക് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ, അവർക്കൊക്കെ എന്ത് ചെയ്യാം, സിവിൽ ആൻഡ് ആലിയഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു എക്സാം ഗ്രൂപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി വൈസ്, ബ്രാഞ്ച്, സോൺ വൈസ്, അതുപോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വൈസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സോണിലും എത്ര പോസ്റ്റുകൾ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണ് താല്പര്യമുള്ള പോസ്റ്റുകൾ, ഇവകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എക്സാം പാറ്റേണുകൾക്കൊന്നും ഒരു വ്യത്യാസമില്ല. CBT 1, CBT 2 പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ സെയിം ആണ്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിലും അതുപോലെ സൈലം RRB SSC ചാനലുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് അവൈലബിൾ ആണ്. ഏതൊക്കെ ടോപ്പിക്കിനാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത്, ഏതാണ് ആദ്യം പഠിച്ചു തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് കിട്ടും. അപ്പോൾ നമ്മളിത് ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മളിത് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇത് നോക്കുക നിങ്ങൾ, ഈ കാറ്റഗറി നമ്പർ 3 ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഇത് മെക്കാനിക്കലാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഇലക്ട്രിക്കലാർക്കും ഇലക്ട്രോണിക്സ് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അല്ല നോക്കേണ്ടത്, പകരം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന ഓരോ കാറ്റഗറി നമ്പറിന്റെ നേരെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ ബ്രാഞ്ച്, അപ്പോൾ നിങ്ങൾ ആ പറ്റുന്ന കാറ്റഗറി നമ്പേഴ്സ് മാത്രം എഴുതിയെടുക്കുക. നിങ്ങൾ മെക്കാനിക്കൽ കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ നോക്കിയിട്ട് ഈ പറയുന്ന മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് മെക്കാനിക്കലാർക്ക് പറ്റുന്ന എല്ലാ കാറ്റഗറി നമ്പറും നിങ്ങൾ എഴുതിയെടുക്കുക. അതെന്നിട്ട് ഓരോ സോണിലും നിങ്ങളെ കാറ്റഗറിയിൽ, നിങ്ങളെ റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതൊന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരൊറ്റ RRBയുടെ സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഓൾ ഇന്ത്യ ബേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, ഓൾ ഇന്ത്യ ബേസിൽ ഏതൊരു സോണിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു സോണിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എക്സാമിന്റെയും കാര്യങ്ങളുടെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുകളും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുകളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക, ഓടിച്ചു നോക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഈ വരുന്ന RRB JEE നേരിടാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.